എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മരട് സ്വദേശിയാണ് ജയസൂര്യ. അവിടെയുള്ള ഒരു സാധാരണക്കാരനായി ജനനം. 1978 ഓഗസ്റ്റ് 31 അതായിരുന്നു ജയസൂര്യയുടെ ജനനദിവസം. മണിയുടെയും തങ്കത്തിൻ്റെയും മൂത്ത മകനായി തട്ടാൻ സമുദായത്തിലുള്ള ജനനം. അച്ഛൻ പരമ്പരാഗതമായി ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അമ്മ ഒരു സാധു സ്ത്രീയും. സെന്റ് ജോർജ് യു പി സ്കൂൾ ചമ്പക്കര, ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂൾ തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലായി പഠനം. ശേഷം എറണാകുളം ഓൾ സയൻസ് കോളേജിൽ നിന്ന് ബിരുദവും. അതിനുശേഷം അദ്ദേഹം ജോയിൻ ചെയ്തത് കോട്ടയം നസീറിൻ്റെ കൊച്ചിൻ ഡിസ്കവറിയിലും ക്രൗൺ ഓഫ് കൊച്ചിൻ എന്നിങ്ങനെയുള്ള മിമിക്രി ട്രൂപ്പുകളിലുമാണ്. ജയസൂര്യയ്ക്ക് ഒരു സഹോദരിയുണ്ട്. ചെറുപ്പത്തിൽ തന്നെ TV ഷോകളും നാടകങ്ങളുമൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ജയസൂര്യയുടെ ഉള്ളിൽ സിനിമാ മോഹം ഉണ്ടായിരുന്നു. TV ഷോകൾ എന്ന് പറയുന്നത് ACB ചാനലിൻ്റെ ഫൺ ഡേ ജാക്ക്പോട്ട് എന്ന പരിപാടിയും കൈരളി TVയുടെ ജഗതി vs ജഗതി എന്ന പരിപാടിയുമാണ്. ദോസ്ത് എന്ന സിനിമയിലാണ് അരങ്ങേറ്റം. ചെറിയൊരു വേഷം. അതിലെ നായിക കാവ്യമാധവൻ. അങ്ങനെ കാവ്യമാധവൻ വഴിയാണ് 2002 വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിൽ നായക പദവിയിലെത്തുന്നത്. ഇതേ ചിത്രത്തിൻ്റെ തമിഴിലും തെലുങ്കിലും അദ്ദേഹം നായകനായി. പിന്നീട് ഹിറ്റ് നായകരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുകയായിരുന്നു. ഒന്നിലേറെ നായകന്മാരുള്ള ചിത്രങ്ങളാണ് ഈ നടനെ ഏറെയും തുണച്ചത്. സ്വപ്നക്കൂടും പുലിവാൽ കല്യാണവും കഴിഞ്ഞ് ചതിക്കാത്ത ചന്തുവിൻ്റെ വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം. ഭാര്യ സരിത. വിവാഹത്തിന് ശേഷം സരിത ഫാഷൻ ഡിസൈനറായി ഉയർന്നു വന്നു. എല്ലാത്തിനും പിന്തുണ ജയസൂര്യ തന്നെയായിരുന്നു. നായക കഥാപാത്രങ്ങളെ ചെയ്യൂ എന്ന പിടിവാശിയില്ലാതിരുന്നതും നർമ്മരംഗങ്ങളിലെ മികവുമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ വളർച്ചയ്ക്ക് ഗുണം ചെയ്തത്. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിരുന്ന അപ്പൊത്തിക്കിരിയും സൂസു സുധീവാത്മീകവും ഇയോബിൻ്റെ പുസ്തകവും ഞാൻ മേരിക്കുട്ടിയും ആണ് നടന് വൻ വിജയങ്ങൾ സമ്മാനിച്ചത്. നിരവധി TV അവാർഡുകളും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും താരത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2019 ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ ചിത്രങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും വീണ്ടും 2021 വെള്ളം എന്ന ചിത്രത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 2016 സൂസു സുധീവാത്മീകം, ലുക്കാച്ചുപ്പി എന്നീ സിനിമകൾക്ക് നാഷണൽ ഫിലിം അവാർഡും എന്നീ പുരസ്കാരങ്ങളാണ് അദ്ദേഹം വാങ്ങിയത്. ഇപ്പോൾ 4 വർഷത്തോളമായി ഒരു കഥാപാത്രത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കടമറ്റത്ത് കത്തനാരുടെ വിശേഷത്തിലാണ് താരം ഇപ്പോൾ.